ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സം ഇൻഷുർഡ് എടുത്തിടാൻ ശ്രമിക്കുക. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം സം ഇൻഷുർഡ് എടുത്തിടുക. കാരണം ഇന്നത്തെ കാലത്ത് ഹെൽത്ത് കോസ്റ്റ് എത്ര വരുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നതിന് മാക്സിമം സം ഇൻഷുർഡ് കവറേജ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റൽസ്, നമ്മൾ പോകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റൽസും നമ്മൾ എടുക്കുന്ന പോളിസിയുടെ ക്യാഷ്ലെസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് 100% കവർ ചെയ്യുന്നുണ്ട്. അതായത് റൂം റെന്റ് ആയാലും ICU റെന്റ് ആയാലും ഓപ്പറേഷൻ കോസ്റ്റ്, എല്ലാ മോഡേൺ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും കവർ ചെയ്യുന്ന ഫെസിലിറ്റി, അതുപോലെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ, ഇതെല്ലാം 100% കവർ ചെയ്യുന്ന പ്ലാനാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാനും ക്യാഷ്ലെസ് ക്ലെയിം ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും. ഇനി പ്ലാൻ ഏറ്റവും മികച്ചതായ മാത്രം പോരാ, നമുക്ക് നല്ല ക്ലെയിം സർവീസും തരുന്ന ഒരു അഡ്വൈസർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം പലപ്പോഴും സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഡക്റ്റ് ആയിരിക്കും എടുത്തിരിക്കുന്നത്, പക്ഷേ എടുത്തിരിക്കുന്ന സ്ഥലം ചിലപ്പോൾ ഒരു ഓൺലൈനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്തവരുടെ അടുത്തു നിന്നായിരിക്കാം. ചിലപ്പോൾ ചില ഡിസ്കൗണ്ടുകളൊക്കെ ആരെങ്കിലുമൊക്കെ ഓഫർ ചെയ്തതിൻ്റെ പേരിൽ പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും. പിന്നീട് അവരായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ടാവുകയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇൻഷുറൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു അത്യാവശ്യ സമയത്ത്. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്തായിരിക്കും പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ഈ എടുത്ത വ്യക്തി ആയിരിക്കില്ല. ആ എടുത്ത വ്യക്തി ചിലപ്പോൾ പാടില്ലാണ്ട് ആശുപത്രിയിൽ ചിലപ്പോൾ ബോധവുമില്ലാതെയും അല്ലെ വയ്യാതെയൊക്കെ കിടക്കുന്ന സാഹചര്യത്തിലായിരിക്കാം ഈ ഇൻഷുറൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഇൻഷുറൻസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സർവീസ് തരുന്ന ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ സപ്പോർട്ടും ആവശ്യമാണ്. നമ്മൾക്ക് എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന അകലത്തിൽ ഒരു ഇൻഷുറൻസ് അഡ്വൈസറുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഒരു ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക.